ഹലോ, ഇന്ന് നമുക്കൊരു ഫേക്ക് കാലിഗ്രഫി ട്രൈ ചെയ്താലോ? ബ്രസ്റ്റോൻ്റെ ടെക്നിക്കൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 0.8 ആണ് സൈസ്. ഇത് തന്നെ വേണമെന്നില്ല, സാധാരണ ജെൽ പെൻ ഉപയോഗിച്ചിട്ടായാലും എഴുതാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. അല്ലാതെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണമെന്നൊന്നുമില്ല, പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ ആ ലെറ്റേഴ്സ് താഴത്തേക്കുള്ള സ്ട്രോക്കിന് നല്ല ഡാർക്കൻഡ് ആയിട്ട് കൊടുക്കുക, മുകളിലേക്കുള്ള സ്ട്രോക്ക് നമ്മൾ കളർ ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് കാലിഗ്രഫി ചെയ്യേണ്ടത്. എന്താണ് പറയുന്നതെന്ന് നമ്മൾ ഈ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് അക്ഷരമായിരുന്നാലും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് അതിൻ്റെ ആ സ്ട്രോക്ക് തിന്നായിട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ വീണ്ടും തിക്കാക്കാനായിട്ട് ശ്രമിക്കേണ്ട. ആദ്യം എത്രയാണോ നമ്മൾ വരച്ചത് അത് മാത്രം മതിയാവും. അതേസമയം താഴത്തേക്ക് നമ്മൾ കൈ വലിക്കുന്ന സമയത്ത് ആ ഭാഗം തിക്കായിട്ട് കൊടുക്കുക. ഈ ചെയ്തിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നാലും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, തിക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ എഴുതിയിരിക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും ഒക്കെ ചെയ്യുമ്പോഴായിരുന്നാലും, അല്ലെങ്കിൽ ആർട്ട് ജേർണലിംഗ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴായിരുന്നാലും, അല്ലെങ്കിൽ സ്കെച്ച് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്യുമ്പോഴായിരുന്നാലും ഒക്കെ ഈ ഒരു കാലിഗ്രഫി സ്റ്റൈൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബ്രഷ് പെൻ കൊണ്ടാണ് ഇത് നോർമലി ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ. ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.